ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. പിസ്സയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ബ്ലോക്കായിട്ട് വരുന്ന ചീസ് ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് കിട്ടിയിട്ടില്ലെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ ഇതേപോലെ നമുക്കിങ്ങനെ ഷീറ്റായിട്ട് കിട്ടുന്ന ചീസും മേടിക്കാനായിട്ട് കിട്ടും. ഇതാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ചിലവർക്ക് മൊസറല്ല ചീസിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമാവാറില്ല. അങ്ങനെയുള്ളവർ ആ ടൈപ്പ് ചീസ് യൂസ് ചെയ്യാം. പിന്നെ പിസ്സ സോസ് വേണം, സവാള വേണം, മല്ലിയില വേണം, ബ്രെഡ് വേണം. അപ്പം പിസ്സ സോസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാവും നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം ചിക്കനാണ്. അപ്പോൾ ചിക്കന് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലുകളെല്ലാം മാറ്റിയതിന് ശേഷം കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുക്കുക. എന്നിട്ട് അതിലേക്ക് പിസ്സ സോസ് നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിലങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള ഗ്ലാസ് ട്രേ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റീൽ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിലും സ്റ്റീൽ ബൗളിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെദാർ ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഷീറ്റായിട്ട് വരുന്ന ചീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരല്പം കൂടുതൽ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചീസ് അത്ര അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഫ്രൈഡ് ചിക്കനും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയിലയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ചീസ് കൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലിയിലയും പിന്നെ കുറച്ച് സോസ് കൂടി മുകളിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിൽ വെച്ചിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാന് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ചൂടാക്കി വെക്കണം പാന്. അതിലേക്കാണ് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബൗളാണ്. അപ്പോൾ അതുകൊണ്ട് ചൂട് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം. അപ്പോൾ ഇതേ ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് എത്രത്തോളം ചീസിയാണെന്ന്. അപ്പോൾ പിസ്സയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ ചെയ്തെടുക്കാനായിട്ടും വളരെ ഈസിയല്ലേ, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പിസ്സേനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കാറില്ലേ, നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാനൊക്കെ സമയമെടുത്തിട്ട്. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയൊരു കുഴപ്പമേ ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന റെസിപ്പീസ് നിങ്ങൾക്കറിയാലോ, അത്രയും ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്